നമസ്കാരം. ഭൂലോക വൈകുണ്ഠം എന്ന പ്രസിദ്ധിയാർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ്. സൃഷ്ടാവായും രക്ഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങുന്നതാകുന്നു. ഗുരുവായൂരപ്പൻ്റെ ദർശനപുണ്യം ലഭിക്കുക എന്നത് ജന്മജന്മാന്തരമായുള്ള സുഹൃതമാണ്. ഗുരുവായൂരിൽ വെളുപ്പിന് 3 മണിക്ക് നട തുറക്കുന്നു. നിർമാല്യ ദർശനം മുതൽ ത്രിപുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് ദർശനം നൽകുക. ഒരിക്കൽ ഇവിടെ ദർശനം നടത്തിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് ഓരോ ഭക്തർക്കും ഓടി വരുവാൻ തോന്നുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. എത്ര തന്നെ കണ്ടാലും ഭഗവാനെ കണ്ട് കൊതി തീരാത്തതായ അനുഭൂതി. 2025 ഏവർക്കും ഭാഗ്യവർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2025 ഗ്രഹനില പ്രകാരം ചില നക്ഷത്രക്കാർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റു നക്ഷത്രക്കാർ ദർശനം വേണ്ട എന്നല്ല, ആര് തന്നെ ഈ പുണ്യക്ഷേത്രത്തിൽ ക്ഷേത്ര പരിസരത്ത് പോലും എത്തിച്ചേർന്നാൽ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഈ വർഷം ആരെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അതായത് ഈ നക്ഷത്രക്കാർ ഒരിക്കലും ദർശനം നടത്താതിരിക്കരുത് എന്നാണ് പരാമർശിക്കുന്നത്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഈ വർഷം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഒരു ദിവസം 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വച്ച് നൽകിയ മഹാവിഷ്ണു ഭഗവാന്റെ രൂപം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം. ദുരിതങ്ങൾ അകന്ന് ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാകുന്നതുമാണ്. ഗുരുവായൂരപ്പന്റെ പൂജകളും ദർശനങ്ങളും ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുക. ഓരോ ദർശനവും അവയുടെ ഫലങ്ങളും ആദ്യം മനസ്സിലാക്കാം. നിർമാല്യ നേരം വിശ്വരൂപ ദർശനമാണ്. ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ കഥ പ്രസിദ്ധം തന്നെയാണ്. ചില ചരിത്ര രേഖകളിൽ വാതരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത്. ഗോകുല നാഥനായാണ് വാഗചാർത്തിന്റെ സമയത്ത് ദർശനം നൽകുന്നത്. ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ ഏവർക്കും സാധിക്കും. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ഭഗവാൻ. ധനാഭിവൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. അത്രമേൽ വിശേഷമാകുന്നു. ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം. സന്താനങ്ങൾക്കുള്ള ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം. അഭിഷേക സമയത്ത് യശോദാബാലനാണ് ഭഗവാൻ. ശത്രുദോഷം ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ സഹായകരമാണ്. കൂടാതെ ശ്രീഭൂതബലി ദർശനം സന്താന ലാഭത്തിന് ശ്രേഷ്ഠമാണ്, ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്ത് ദർശനം. നേത്രരോഗം മാറുകയും സർവരക്ഷയുമാണ് ഫലസിദ്ധിയായി വന്നു ചേരുക. പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നിങ്ങൾക്ക് നേടിത്തരുന്നതിന് സഹായകരമാകുന്നു. ഉച്ച സമയത്തും സർവാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം. ജ്ഞാന വൈരാഗ്യ പ്രാപ്തിയാണ് ഫലമായി വന്നു ചേരുക. സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. കുടുംബ ഐശ്വര്യമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക അഥവാ നൽകുക. മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുക. ദീർഘ ദാമ്പത്യ പൊരുത്തമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ സമയത്ത് ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു. അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരനാണ് സാക്ഷാൽ ഭഗവാൻ. രോഗശമനം,
രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ത്രിഭുഗ സമയത്ത് ശേഷനയനായാണ് ദർശനം നൽകുക. മോക്ഷപ്രാപ്തിയാണ് ദർശനഫലമായി വന്നു ചേരുക. ഏറ്റവും വിശേഷമാകുന്നു. എന്നാൽ 3 നേരത്തെ ശീവേലി എഴുന്നള്ളിപ്പിനും അനുഗമിക്കുകയാണ് എങ്കിൽ സർവപാപ ശമനവും ഭഗവാനെ പ്രതീക്ഷം വയ്ക്കുന്നത് പൂർവജന്മത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ പാപങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലും എന്നാണ് പറയുക. അത്രമേൽ വിശേഷമാകുന്നു. ഇങ്ങനെയെല്ലാം വിവിധ ഫലങ്ങൾ ഭഗവാനെ ഓരോ ദർശനത്തിനാലും ലഭിക്കുന്നു എന്നതാണ് വാസ്തവം. എങ്കിലും ഭഗവാൻ തീരുമാനിക്കും ഇതിൽ ഏത് ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകേണ്ടത് എന്ന്. ഭഗവാൻ തീരുമാനിക്കാതെ തന്റെ ഭക്തർക്ക് ദർശനം ലഭിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇനി ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇപ്രകാരം പ്രത്യേകിച്ചും 2025 ഭഗവാനെ ദർശിക്കേണ്ടത്? ഇവർ ദർശനം നടത്താതിരിക്കരുത് എന്നാണ് പറയുക. മറ്റു നക്ഷത്രക്കാർ ദർശനം നടത്തരുത് എന്നല്ല പറയുന്നത്. ഈ നക്ഷത്രക്കാർ ദർശനം നടത്താതിരിക്കരുത്, തീർച്ചയായും ഗുരുവായൂരിൽ എത്തണം എന്ന് തന്നെയാകുന്നു. ആ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിലൂടെ, ഗുരുവായൂരപ്പന്റെ സമക്ഷം എത്തുന്നതിലൂടെ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥകൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അത്തരം അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ സമയത്ത് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്നതാണ്. എന്നാൽ ഗുരുവായൂരിൽ ദർശനം നടത്തുമ്പോൾ ചില വഴിപാടുകൾ കൂടി നടത്തുന്നത് ഉത്തമമാണ്. അതിൽ പ്രധാനപ്പെട്ടത് പുരുഷ സൂക്തമാകുന്നു. പുരുഷന്മാരാണ് എങ്കിൽ തീർച്ചയായും ഈ വഴിപാട് ഭഗവാന് നടത്തുക. സ്ത്രീകളാണ് എങ്കിൽ ഭാഗ്യസൂക്തമാണ് നടത്തേണ്ടത്. ഈ വഴിപാട് നടത്തി ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ തലക്കുഴിഞ്ഞ് ഒരു നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ ഭഗവാന്റെ സമക്ഷം, ഗുരുവായൂരപ്പന്റെ സമക്ഷം എത്തുന്നതിലൂടെ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിലൂടെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും 2025 ഇവർക്ക് വന്നു ചേരാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പരീക്ഷകളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ലോട്ടറി അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ ഇരട്ടിച്ചു എന്ന് വരാം. സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ തേടി വരാം. തെറ്റിദ്ധാരണകൾ പലതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ പോലും അത്തരം തെറ്റിദ്ധാരണകൾ മാറുവാൻ, ശരിയായ ചിന്തകൾ, ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ ഉയർച്ചകൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ തീർച്ചയായും നിങ്ങൾ വിഷ്ണു സഹസ്രനാമാർച്ചന കൂടി വഴിപാടായി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തലക്കുഴിഞ്ഞ് ഒരു നാണയം കൂടി ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് സർവ ഈശ്വരപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ ശ്രമിക്കുക. വിപരീതമായ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരത്തിൽ വിപരീത രാജയോഗത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീട് മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ, വീട് പണിയുവാൻ, വീട് വാങ്ങുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച, രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. വഴിപാടായി നിങ്ങൾ നെയ്വിളക്കാണ് തെളിയിക്കേണ്ടത്.
തീർച്ചയായും ആ വഴിപാടിന് പ്രാധാന്യം നിങ്ങൾ നൽകണം. കൂടാതെ 1 രൂപയെങ്കിലും നാണയം തലയ്ക്കുഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസത്തിൽ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോചനം തന്നെ വന്നു ചേരാം. ധനനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ട്, സാമ്പത്തികപരമായ പരാധീനതകൾ ഉണ്ടായി എന്ന് വരാം. അത്തരം പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. കൂടാതെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. നഷ്ടപ്പെട്ടതായ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിക്കാം. ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിക്കും, അഥവാ ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിക്കുവാൻ, ഭഗവാനെ നിത്യവും ഭജിക്കുവാൻ മറക്കാതിരിക്കുക. വഴിപാടായി വിഷ്ണു അഷ്ടോത്തരം, അർച്ചന എന്നീ വഴിപാടുകൾ നടത്തുക. അതോടൊപ്പം തലയ്ക്കുഴിഞ്ഞ് 1 നാണയം കൂടി ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ബന്ധങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ച തൊഴിൽ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട ലാഭങ്ങൾ, കടം നിങ്ങൾക്ക് തീരുവാൻ അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇത്തരമേൽ സൗഭാഗ്യം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയും ഗുരുവായൂരപ്പന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരുന്നതിലൂടെയും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ വഴിപാടായി എണ്ണ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം 1 നാണയം തലയ്ക്കുഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഭഗവാനെ ആരാധിക്കേണ്ടതും ഭഗവാന്റെ സമക്ഷം എത്തിച്ചേരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വർഷാദ്യം പ്രത്യേകിച്ചും നിങ്ങൾ ദർശനം നടത്തുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സന്താനങ്ങൾക്ക് ഉയർച്ച, സന്താന സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫലമായി വന്നു ചേരും. ആഗ്രഹ സാഫല്യത്തിനായുള്ള ശ്രമങ്ങൾ, അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാനും സാധിക്കും. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇത്തരം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമാണ്. വഴിപാടായി വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുവാൻ പ്രത്യേകം മറക്കാതിരിക്കുക. 1 നാണയമെങ്കിലും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. മറ്റു മാസങ്ങളിലും ദർശനമാകാം. എന്നാൽ ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും ഇരട്ടി ഫലമായി തന്നെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും. ഈ സമയം പ്രത്യേകിച്ചും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയും കൂടാതെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതിലൂടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാഗ്യക്കുറി അനുകൂലമാവുക, വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിയുക, തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വഴിപാടായി താമര സമർപ്പണം നടത്തുക. അതോടൊപ്പം 1 നാണയം കൂടി തലയ്ക്കുഴിഞ്ഞ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തുവാൻ മറക്കാതിരിക്കുക. അപകീർത്തിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. ഐശ്വര്യം വർദ്ധിക്കാം. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായി വന്ന് ചേരുകയും ചെയ്യാവുന്നതാണ്. വഴിപാടായി നിങ്ങൾ തീർച്ചയായും നെയ്വിളക്ക് ഭഗവാന് നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തലയ്ക്കുഴിഞ്ഞ് 1 നാണയം കൂടി സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.
മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലദായകമാണ്. മറ്റു മാസങ്ങളിലും ദർശനം നടത്തുന്നവർക്ക് ആവാം, എന്നാൽ ഈ മാസങ്ങൾ ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും. സാമ്പത്തികപരമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരുന്നതിലൂടെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇത്തരം ദുരിതങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിൽ നാൾക്കുനാൾ സമാധാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വിദ്യയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. മംഗളകർമ്മങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാവുന്നതുമാണ്. വാഹനം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും. വഴിപാടായി വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം കൂടി ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. പ്രത്യേകിച്ചും ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ഭഗവാനെ നിങ്ങൾ ദർശിക്കുന്നതിലൂടെ ഇരട്ടി ഫലമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരുവാൻ മറക്കാതിരിക്കുക. മറ്റു മാസങ്ങളിലും ദർശനം നടത്താം എങ്കിൽ പോലും ഈ മാസങ്ങളിൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽപരമായ ഉയർച്ച, തൊഴിൽ മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന തൊഴിൽ എന്ന സ്വപ്നം സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും. വഴിപാടായി സ്ത്രീകളാണ് എങ്കിൽ ഭാഗ്യസൂക്തവും പുരുഷന്മാർ പുരുഷസൂക്തവും നടത്തുവാൻ മറക്കാതിരിക്കുക. കൂടാതെ തലക്കുഴിഞ്ഞ് ഒരു നാണയം കൂടി ഭഗവാന് സമർപ്പിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഈ പരാമർശിച്ച നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തണം. 27 നക്ഷത്രക്കാരും ദർശനം നടത്തുകയാണ് എങ്കിൽ ആ പുണ്യം നിങ്ങൾക്ക് വർഷം മുഴുവൻ നിലനിൽക്കും എന്നതാണ് വാസ്തവം. അതിനാൽ എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകിച്ചും ഗുരുവായൂരിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. അത്തരത്തിൽ വർഷം ആരംഭിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ പ്രത്യേകിച്ചും ഞാൻ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ 2025 ദർശനം നടത്താതിരിക്കരുത്. 2025 ദർശനം നടത്തുകയാണ് എങ്കിൽ അവർക്കും കുടുംബത്തിനും വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക.